ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി റിത്തുവിന്റെ വീടിന് നേരെ കല്ലേറ്. ജനൽ ചില്ലകളും വീട്ടുപകരണങ്ങളും അടിച്ചു തകർത്തു. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കല്ലെറിഞ്ഞത് എന്നാണ് സംശയം. വിശദാംശങ്ങളുമായി അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അർച്ചന, എപ്പോഴായിരുന്നു സംഭവം? ആളുകളെ ഇതാരാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് എന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാത്രി ഏകദേശം 8 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഋതുവിന്റെ വീട്ടിന് നേരെയാണ് കല്ലേറും ഒപ്പം അടിച്ചു തകർക്കലും ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ ജനൽച്ചില്ലുകളും ഒപ്പം വീട്ടുപകരണങ്ങളും കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അടിച്ചു തകർത്തിട്ടുണ്ട്. ഒപ്പം മുറ്റത്തെ കോൺക്രീറ്റ് അടക്കം തകർത്തിട്ടുണ്ട്. ബൈക്കിലെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയതെന്നാണ് എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നത്. സ്ഥലത്ത് പോലീസ് എത്തി ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രതി ഋതുവിനെതിരെ വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ ജനരോഷം അടക്കം ഉണ്ടായിരുന്നതാണ്. പ്രതിയെ കോടതിയിൽ എത്തിക്കുമ്പോഴും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നാളെ പ്രതിയെ കസ്റ്റഡിയിൽ അപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു അക്രമം വീടിന് നേരെ ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഋതുവിന്റെ അച്ഛനും അമ്മയും നേരത്തെ തന്നെ ഈ വീട്ടിൽ നിന്നും മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. എന്തായാലും സ്ഥലത്തിപ്പോൾ പോലീസ് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അർച്ചന, സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. കാരണം സാധാരണ ഒരു മനോനിലയിലുള്ള ഒരു മനുഷ്യൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ചേന്ദമംഗലം കേസുമായി ബന്ധപ്പെട്ട് ഋതു ചെയ്തു വെച്ചത്. ഒരു വീട്ടിലേക്ക്, അയൽപ്പക്കത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ആ വീട്ടിലുണ്ടായിരുന്ന 4 പേരെയും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അടിച്ചു കൊല്ലപ്പെടുത്തുവാൻ ശ്രമിക്കുക. 3 പേര് മരിക്കുന്നു. ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 2 മക്കളുടെ മുൻപിൽ വെച്ചായിരുന്നു അത്രയ്ക്കും ദാരുണമായ ഒരു പ്രവൃത്തി ഋതു ചെയ്തത്. അതിനാൽ തന്നെ ഋതുവിന് നേരെ പ്രതിഷേധമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഈ ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? നിലവിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലൊരു ജനരോക്ഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയപ്പോഴും പ്രതിയെ കയ്യേറ്റം ചെയ്യാനടക്കമുള്ള ശ്രമങ്ങൾ ഉണ്ടായി. മാത്രമല്ല, കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഉടൻ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ ഇയാളെ ഈ സ്ഥലത്ത് എത്തിക്കുമ്പോൾ, അതായത് സംഭവം കൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് എത്തിപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം പ്രകടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രതിയെ എത്തിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ വീടിന്റെ ജനൽ ചില്ലകളും ഒപ്പം വീട്ടുപകരണങ്ങളെല്ലാം പൂർണ്ണമായും തകർത്ത നിലയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കനത്ത സുരക്ഷ സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അർച്ചനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു വന്നത്. ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുവിന്റെ വീടിന് നേരെ അക്രമം. വീടിലെ ജനൽ ചില്ലുകൾ, വീടിന് കല്ലേറുണ്ടായി. വീട്ടിലെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ബൈക്കിലെത്തിയ 2 പേരാണ് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത്. വീടിന് പോലീസ് ഇപ്പോൾ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.